ഒരു കൊച്ചു ഗ്രാമത്തിൽ ശങ്കരൻ എന്നു പേരുള്ള ഒരു പഴയ തയ്യൽക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് ഒരു പഴയ തയ്യൽ മെഷീനും അതിൽ തുണി തുന്നി കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു. ഭാര്യ ലക്ഷ്മിയും മകൻ അരുണുമാണ് അദ്ദേഹത്തിന് കൂട്ട്. അരുണ് നല്ല മിടുക്കനായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ക്ലാസ്സിലെ ഫീസ് കൊടുക്കാൻ പോലും ശങ്കരൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിരുന്നു. ഒരു ദിവസം സ്കൂൾ പോയി വന്ന അരുൺ സങ്കടത്തോടെ ഇരിക്കുന്നത് ലക്ഷ്മി കണ്ടു. എന്തു പറ്റി മോനെ? ലക്ഷ്മി ചോദിച്ചു. അമ്മേ, അടുത്ത മാസം പുതിയ കമ്പ്യൂട്ടർ ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരും ചേരുന്നുണ്ട്. ചേർന്നാൽ നല്ല ജോലിയൊക്കെ കിട്ടുമെന്നാണ് ടീച്ചർ പറയുന്നത്. പക്ഷെ അതിന് ഫീസ് 2000 രൂപ വേണം. ലക്ഷ്മിയുടെ മുഖം മങ്ങി. തയ്യൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നിത്യവൃത്തി പോലും ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ശങ്കരൻ ഇതൊന്നും അറിഞ്ഞില്ല. അന്ന് രാത്രി ശങ്കരൻ തയ്യൽ മെഷീന് മുന്നിൽ ഇരിക്കുമ്പോൾ ലക്ഷ്മി അടുത്തു വന്നു. എന്താ ലക്ഷ്മി? ഒന്നുമില്ല ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ അരുണിൻ്റെ കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ കാര്യം. ലക്ഷ്മി മടിച്ച് പറഞ്ഞു. അതിപ്പോൾ നടക്കില്ല ലക്ഷ്മി, കയ്യിലൊട്ടും പണവുമില്ല. നീ വിഷമിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം, ശങ്കരൻ പറഞ്ഞു. ഏട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കുറേ കാലമായി നമ്മളറിയാതെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവരുന്ന ചില്ലറ തുട്ടുകൾ ഞാൻ എന്നൊരു ഭരണിയിലെടുത്ത് വെക്കാറുണ്ടായിരുന്നു, ആരും അറിയാതെ. ലക്ഷ്മി ഭരണി എടുത്തുകൊണ്ട് വന്നു. അവൻ്റെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്ക് കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ എണ്ണിയപ്പോൾ 2000 രൂപ ഉണ്ട്. ഏട്ടാ, ഇത് ഞാൻ അവന് കൊടുക്കാം. അവൻ്റെ ഭാവിയല്ലേ നമുക്ക് പ്രധാനം, ലക്ഷ്മി പറഞ്ഞു. ശങ്കരൻ അത്ഭുതത്തോടെ ലക്ഷ്മിയെ നോക്കി. തയ്യൽ മെഷീനിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ലക്ഷ്മിയുടെ കയ്യിലെ ഭരണിയിലേക്കൊന്ന് നോക്കി. വർഷങ്ങളായി കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ പൈസ. ഇതെൻ്റെ അമ്മയുടെ സ്നേഹമാണ്, എൻ്റെ മകൻ്റെ ഭാവിക്ക് വേണ്ടി നിൻ്റെ കരുതൽ എന്നും പറഞ്ഞ് ശങ്കരൻ ലക്ഷ്മിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും സംഭാഷണം അരുൺ മുറിയിൽ മറിഞ്ഞു എന്ന് കേട്ടു. കണ്ണുകൾ നിറഞ്ഞ് അവൻ ഓടിച്ചെന്ന് അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി ആ വീട്ടിൽ പണത്തിൻ്റെ കുറവുണ്ടായിരുന്നെങ്കിലും നിറഞ്ഞ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. പരസ്പരം വാക്കുകൾ കൊണ്ട് പറയാതെ അവർ മനസ്സുകൊണ്ടറിഞ്ഞ സ്നേഹത്തിൻ്റെ വില 2000-നേക്കാളും വലുതായിരുന്നു. അരുണിൻ്റെ മനസ്സിൽ അതെന്നും മായാത്തൊരനുഭവമായി നിന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.